മൈക്ക് ഓഫ് ആട്ടോ ആകാശ് ബ്രോ. ഓക്കെ, ഇപ്പൊ റെഡി ആയോ? ഇപ്പൊ ഓക്കെ. എല്ലാരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലേ? അതെ, ക്ഷമയുള്ള ആൾക്കാരാ, കുഴപ്പമില്ല. തോന്നുന്നു എല്ലാരും ഉണ്ട്. ഓക്കെ, എല്ലാരും ആൻഡ്രോയിഡ് ഫോണൊക്കെ റെഡി അല്ലേ? നമ്മൾ ആപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ആപ്പ് ഇന്ന് ബിൽഡ് ചെയ്യുകയാണ്. ഓക്കെ, അത് നിങ്ങളുടെ സ്വന്തം ഫോണിൽ തന്നെ ആയിരിക്കും നമ്മൾ റൺ ചെയ്ത് നോക്കുന്നത്. എല്ലാവർക്കും വന്നിട്ട് ഈ എന്താണ് ലാപ്ടോപ്പിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. റാം കുറവാണ്, അല്ലെങ്കിൽ എന്താണ് പഴയ വിൻഡോസ് 7 വിൻഡോസ് 8 ആണ്. അപ്പം നമുക്ക് എമുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഫോണിന്റെ ഒരു വേർഷൻ നമ്മുടെ എന്താണ് വിൻഡോസിനകത്ത് തന്നെ നമ്മൾ റൺ ചെയ്ത് നോക്കും. അതാണ് എമുലേറ്റർ കേട്ടോ. പക്ഷെ അതിന് പകരം നമുക്ക് ഡയറക്റ്റ് ഒരു ഫോൺ തന്നെ കണക്ട് ചെയ്ത്. ഓക്കെ, എല്ലാവരുടെയും ഫോണൊക്കെ റെഡി ആണല്ലോ? റെഡിയാണോ? ആൻസർ ചെയ്തോളൂ, മെസ്സേജ് അയച്ചോളൂ. റെഡിയാണ്. ഓക്കെ ഓക്കെ. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഈ ഫോണില് എന്താണ് USB ഡീബഗിങ് ഓൺ ആക്കിയിരിക്കണം. ഓക്കെ, അത് പല ഫോണിലും പല രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഫോണ് വന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അതിന് അതിന്റെ ഡേറ്റ കേബിളും കൂടെ എടുത്തോണം. ഫോണും ലാപ്ടോപ്പും സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ നടക്കില്ല കേട്ടോ. അപ്പൊ അതുകൂടെ റെഡി ആയിക്കോളൂ. അതിനുശേഷം നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങാണേ. എല്ലാരും ഒരു ഓക്കെ പറയുകയാണെങ്കിൽ തുടങ്ങായിരുന്നു. എക്സൈറ്റ്മെന്റ് ഇവിടെ പോയി എല്ലാരും. ഇന്നലത്തെ ഒരു ഗുമ്മില്ല, ഞാൻ ലേറ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണോ? ഇപ്പൊ ശരിയാവും തോന്നുന്നു. ഓക്കെ 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 ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാരും VS കോഡ് ഓപ്പൺ ചെയ്യുക. VS കോഡ് ഓൺ ആയോ? VS കോഡ് ഓൺ ചെയ്ത ശേഷം Ctrl+Shift+P കൊടുക്കുക. സ്ക്രീൻ ഷെയർ ചെയ്യണോ? സ്ക്രീൻ ഷെയർ തുടങ്ങിയില്ലല്ലേ? ഒരു മിനിറ്റ്. എൻ്റയർ സ്റ്റെപ്പ്. വീണ്ടും സോറി. ഓക്കെ, ഇപ്പോ ഓക്കെ അല്ലേ? ഇപ്പൊ സ്ക്രീൻ കാണാമല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ VS കോഡ് ഓൺ ആക്കുക. ഞാൻ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം ഇത് നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല, ഞാൻ ഓൾറെഡി ഒരു സംഭവം ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഓക്കെ, Ctrl+Shift+P കൊടുക്കുക. ഓക്കെ, Ctrl+Shift+P അല്ലെങ്കിൽ ഇവിടെ വ്യൂ കൊടുക്കുക, കമാൻഡ് പാലറ്റ് കൊടുക്കുക. ഓക്കെ, ലിനക്സോ അല്ലെങ്കിൽ മാക്കോയസോ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഈ Ctrl+Shift വർക്ക് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അതിനുശേഷം ഫ്ലട്ടർ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇന്നലെ നമ്മൾ ഡാർട്ടിൽ ചെയ്ത പോലെ തന്നെ എന്താണ് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഫോൾഡർ തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, ഞാനിപ്പം ഈ ഒരു ഫോൾഡർ ഫ്ലട്ടർ വിൻഡർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൾഡർ സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സെലക്ട് ഫോൾഡർ ടു ക്രിയേറ്റ് ദ പ്രോജക്റ്റിന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇന്നത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആപ്പിന്റെ നെയിം കൊടുക്കുക. നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ലോവർ കേസ് ലെറ്റേഴ്സും
മാത്രം യൂസ് ചെയ്യുക. ഇവിടെ ഓക്കെ നെയിം കൊടുക്കുമ്പോൾ ലോവർ കേസ് ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല, അണ്ടർസ്കോർ യൂസ് ചെയ്യുക അതിന് പകരം, സ്പേസിന് പകരം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ ഒന്നുകൂടെ പറയാം. കൺട്രോൾ ഷിഫ്റ്റ് പി കൊടുക്കുക. ഫ്ലട്ടർ ന്യൂ പ്രോജക്റ്റ്, ആദ്യം ഫ്ലട്ടർ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫ്ലട്ടർ ന്യൂ പ്രോജക്റ്റ് എന്ന് വരും. അത് വന്നില്ലെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി, അവിടെ എവിടെയെങ്കിലും ഒരു ന്യൂ പ്രോജക്റ്റ് എന്ന് കാണും. ഓക്കെ, ഞാനിത് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഫസ്റ്റ് വരുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒന്നും വരില്ല. ഓക്കെ, ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രോജക്റ്റ് കൊടുത്ത ശേഷം ഏത് ടെംപ്ലേറ്റ് ആണ്, ആപ്ലിക്കേഷൻ ആണോ, മോഡ്യൂൾ ആണോ, പാക്കേജ് ആണോ, പ്ലഗിൻ ആണോ ആണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മളൊരു ആപ്ലിക്കേഷൻ ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലഗിനൊക്കെ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഒരു ഫോൾഡർ ഈ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യേണ്ട എവിടെ ആണോ അവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഡോക്യുമെന്റ്സിനകത്തോ എവിടെയാണെന്ന് വെച്ചാൽ ഓക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലത്ത് വെക്കുക. അവിടെ ആയിരിക്കും നമ്മുടെ പ്രോജക്റ്റിന്റെ ഫയൽസ് എല്ലാം സേവ് ആവുന്നതും നമ്മുടെ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ ബിൽഡ് ആവുന്നതും അവിടെ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പം ഡോക്യുമെന്റ്സിനകത്ത് ഫ്ലട്ടർ വിൻഡർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്യുമെന്റ്സ് എടുത്തിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡർ, ഫ്ലട്ടർ, ഇത് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഈ ഫോൾഡർ നെയിമിങ്ങും പ്രോജക്ട് നെയിമിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ ഇത് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, എടുക്കുന്നു, ആ ഫോൾഡർ എടുക്കുന്നു, അതിനുശേഷം സെലക്ട് എ ഫോൾഡർ ടു ക്രിയേറ്റ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്ന താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? നോക്കട്ടെ. ഓക്കെ, രണ്ടുപേരും ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഇത് ലാസ്റ്റ് ടൈമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ ആയവർ, ഇതുവരെ ഓക്കെ ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക? ഇനിയിപ്പോ അത് പോയി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൺട്രോൾ ഷിഫ്റ്റ് പി കൊടുക്കുക, ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക, ഫ്ലട്ടർ ന്യൂ പ്രോജക്റ്റ് എന്ന് വരും, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ദിയ ഓക്കെ ആണോ? അതുവരെ ഓക്കെ അല്ലേ? ഞാനത് മാറ്റുമ്പോൾ പോകും കേട്ടോ. ഫ്ലട്ടർ ന്യൂ പ്രോജക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് പി, ഫ്ലട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക, ഫ്ലട്ടർ ന്യൂ പ്രോജക്റ്റ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഈ പ്രോജക്റ്റ് സേവ് ചെയ്യാനായിട്ടൊരു ലൊക്കേഷൻ വേണം. അതിനൊരു ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുക. ഡോക്യുമെന്റ്സ്, ഓക്കെ, ഡോക്യുമെന്റ്സിലാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിലല്ല ഇതൊക്കെ പ്രോജക്ട് ഫയൽസ് ഒക്കെ സേവ് ചെയ്യാൻ താല്പര്യം ഇല്ല എങ്കിൽ വേറൊരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡോക്യുമെന്റ്സിനകത്ത് ഫ്ലട്ടർ വിൻഡർ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നു, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് എ ഫോൾഡർ ടു ക്രിയേറ്റ് ദ പ്രോജക്റ്റ് ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ആണോ? ഞാൻ സ്ക്രീൻ മാറ്റിയ ചിലപ്പോൾ ഡയലോഗ് ബോക്സ് പോകും കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് പി തൊട്ട് തുടങ്ങണം. ഒന്ന് മൈക്ക് ഓൺ ആക്കി പറഞ്ഞാൽ മതി. പോരട്ടെ, ആരും മൈക്ക് ഓൺ ആക്കി.
ഞാൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. ഈ സെലക്ട് ഫോൾഡർ കൊടുക്കുകയാണ്. അതിനുശേഷം പ്രോജക്റ്റ് നെയിം സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന പ്രോജക്റ്റ് നെയിം എന്താണ്, ഫസ്റ്റ് ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല, ഫസ്റ്റ് ആപ്പ്. ഓക്കെ അല്ലേ? പ്രോജക്റ്റ് നെയിം ചോദിക്കുമ്പോൾ ഒരു നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, ജസ്റ്റ് ലോവർ കേസ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്പേസും വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇതുവരെ ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. നമ്മുടെ പ്രോജക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലേശം ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ സ്പീഡ് അനുസരിച്ച് ഇതിന്റെ ടൈം കുറയാനും കൂടാനും ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്റം അത്ര സ്പീഡല്ല, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ ഓക്കെ, എന്നാലും അത് ഓണാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുക, ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതുവരെ വന്ന് നിൽക്കും. ഓക്കെ, യുവർ ഫ്ലട്ടർ പ്രോജക്റ്റ് ഇസ് റെഡി, കണക്ട് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് വരും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനിൽ നമ്മുടെ main.art ഓപ്പൺ ആയി വന്ന് ഇങ്ങനെ നിൽക്കണം. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ കിട്ടി. ഓക്കെ കുറച്ച് അധികം ഓക്കെകൾ കിട്ടുകയാണെങ്കിൽ മുന്നോട്ട് പോകായിരുന്നു. എല്ലാവരും ഓക്കെയാണ്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അപ്പൊ ശരി, വെയിറ്റ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ബിൽഡ് ആയി കഴിഞ്ഞു. അതൊരു സാമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അത് കാണാനായിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസ് കണക്ട് ചെയ്യുക പി സിയിൽ. ആൻഡ്രോയിഡ് ഡിവൈസ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സ്ക്രീൻ വന്നിട്ട് വിൻഡോസിൽ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഫോൺ നോക്കിയാൽ മതി. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ ഓക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോണിന്റെ ഫോണിന്റെ മോഡൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരു സാംസങ്ങിന്റെ ഫോണാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് സാംസങ്ങിന്റെ മോഡൽ നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. PS കോഡിന്റെ നമ്മൾ ഈ പ്രോജക്റ്റ് ബിൽഡ് ചെയ്ത ശേഷം ഈ ഒരു main.art വരെ വന്നു നിന്നതിന് ശേഷം നിങ്ങളുടെ ഫോൺ വന്നിട്ട് ലാപ്പിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു മോഡൽ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. ഓക്കെ, സെറ്റിങ്സ് എടുത്ത ശേഷം താഴോട്ട് പോവുക. അതിനകത്ത് ഒരു മിനിറ്റ്, അതിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷൻസ് ഉണ്ടോ എന്ന്. ഓക്കെ, അതിൽ ഡെവലപ്പർ ഓപ്ഷൻസ് എടുക്കുക. അതിനുശേഷം അതിനകത്ത് USB ഡീബഗ്ഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യുക.
എന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്യുക. ആരെ അനക്കോ ഇല്ലല്ലോ, എന്ത് പറ്റി, കിട്ടുന്നില്ലേ ഇത്? സംഭവം എവിടെയെങ്കിലും മിസ്സായോ? കിട്ടി, ഓക്കെ. ഡെവലപ്പർ USB ഡീബഗിങ് ഓൺ ആക്കുക കേട്ടോ. USB ഡീബഗിങ് ഓൺ ആക്കിയ ശേഷം ഫോൺ USB എന്താണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യുക, റീകണക്ട് ചെയ്യുക. റീകണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ ഡിവൈസ് USB ഡീബഗിങ്ങിൽ കണക്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കും, യെസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരാൾക്ക് കിട്ടിയോളൂ. കിട്ടി, ഓക്കെ. ഓക്കെ, കിട്ടി. ഓക്കെ. ഓക്കെ, കിട്ടാത്തവർ പറയുക കേട്ടോ. ഇൻ കേസ് കിട്ടിയില്ല എങ്കിൽ പറയുക, നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് ദേവശ്രീ കിട്ടിയില്ല. കിട്ടി, ഓക്കെ. ഡെവലപ്പർ ഓപ്ഷൻസ് കാണിക്കുന്നില്ല. ഒരു മിനിറ്റ്. ഫോൺ ഇപ്പോ ദിയയുടെ അതെ കറക്റ്റാണ്. ഋഷികേശ് പറഞ്ഞ പോലെ ബിൽഡ് നമ്പറിൽ 7 ടൈംസ് ടാപ്പ് ചെയ്യണം. ബിൽഡ് നമ്പർ വന്നിട്ട് നമ്മുടെ അബൌട്ടിൽ കാണും. അതെ. കിട്ടിയില്ല. ഓക്കെ, ദേ അബൌട്ട് ഫോൺ എടുക്കുക. ഇതിനകത്ത് ബിൽഡ് നമ്പർ കാണിക്കുന്നില്ല. നിങ്ങളുടെ ഫോണിന്റെ മോഡൽ വെച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഏത് ഫോണാണെങ്കിലും അതിൽ ഡെവലപ്പർ ഓപ്ഷൻസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, MI ഫോൺസിലുള്ളവർക്ക് MI UI വേർഷൻ ടാപ്പ് ചെയ്താൽ മതി. റെഡ്മി ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ MI UI വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എബൌട്ട് ഫോണിൽ. അതിൽ 7 ടൈംസ് ടാപ്പ് ചെയ്തത്. സാംസങ് ആണെങ്കിൽ അബൌട്ട് ഫോൺ എടുക്കുക. ഓക്കെ, സാംസങ് ആണെങ്കിൽ അബൌട്ട് ഫോൺ എടുക്കുക. അതിനുശേഷം സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എടുക്കുക. അതിനകത്തെ ബിൽഡ് നമ്പർ എന്ന് കാണും. അതെ. ബിൽഡ് നമ്പർ 7 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആവും. അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആവും. ഡെവലപ്പർ ഓപ്ഷൻസ് എടുക്കുക. അതിനകത്ത് USB ഡീബഗിങ് ഓപ്പൺ ആക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു തോന്നുന്നു. സാരമില്ല, നമുക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഡെവലപ്പർ ഓപ്ഷൻസ് ഓക്കെ. ഡെവലപ്പർ ഓപ്ഷൻസ് ഓപ്പൺ ആക്കിയ ശേഷം അതിനകത്ത് USB ഡീബഗിങ് ഓൺ ആക്കുക. ഓക്കെ, അത് ഓൺ ആക്കിയ ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഫോൺ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഫോൺ നമ്മുടെ PC നിന്നും നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒന്ന് റീകണക്ട് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇവിടെ കാണിക്കും, VS കോഡിന്റെ താഴെ കാണിക്കും. ഓക്കെ, അതുവരെ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ഓക്കെ,
ഓക്കെ 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 ഓക്കെ. ആ ഇനിയാണ് കുറച്ചും കൂടെ സമയം എടുക്കുന്നത്. ഓക്കെ, കിട്ടിയവർ എന്ത് ചെയ്യുക, നമ്മൾ ഇന്നലെ ഡാർട്ട് റൺ ചെയ്ത പോലെ കൺട്രോൾ F5 കൊടുക്കുക. ഓക്കെ, ഈ ഡിവൈസ് ഇവിടെ കാണിക്കണം. ഓക്കെ, ഡിവൈസ് ഇവിടെ കാണിച്ചില്ല എങ്കിൽ ചിലപ്പോൾ ക്രോമിലൊക്കെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ആപ്പ് കാണാൻ പറ്റും, പക്ഷേ ആൻഡ്രോയിഡ് ആപ്പ് ആയിരിക്കില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, കൺട്രോൾ F5 കൊടുക്കുക, അല്ലെങ്കിൽ റൺ കൊടുക്കുക, റൺ വിത്തൗട്ട് ഡീബഗിങ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് റൺ വിത്തൗട്ട് ഡീബഗിങ് എടുക്കുക. ഓക്കെ ആണോ? ഞാൻ എൻ്റെ സ്ക്രീനും കൂടെ അങ്ങ് ഡിസ്കണക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഓക്കെ. റൺ കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് ടൈം എടുക്കും. ലോഞ്ചിങ് എന്ന് ഇവിടെ കാണിക്കും. ഓക്കെ, ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലും ലോഡായി വന്നോ ഓൾറെഡി? ഇത് ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് ആയതുകൊണ്ടാണ് എല്ലാവരും ചെയ്തു വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളും കൂടെ ചെയ്ത് പോവുക. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ എക്സ്ട്രാ എടുത്താലും നമ്മൾ എന്തായാലും എല്ലാവർക്കും ഒന്ന് ചെയ്യിപ്പിച്ചിട്ടേ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്നൊരു ഐഡിയ എങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ വന്നിട്ട് VS കോഡിന് താഴെ നമ്മുടെ ഡിവൈസിന്റെ മോഡൽ നമ്പർ കാണിക്കും. ഇവിടെ. ഓക്കെ, മോഡൽ നമ്പർ കാണിക്കുന്നുണ്ടെങ്കിൽ അതെ, ഓക്കെ, കാണിക്കുന്നുണ്ടെങ്കിൽ റൺ ചെയ്യണം. നമ്മുടെ ഈ ആപ്പ് റൺ ചെയ്യാനായിട്ട് റൺ ക്ലിക്ക് ചെയ്യുക, റൺ വിത്തൗട്ട് ഡീബഗിങ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, കാരണം നമ്മുടെ സംഭവങ്ങളെല്ലാം ബിൽഡ് ചെയ്തിട്ട് അതൊരു APK ആക്കണം. APK നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവണം. അതിന് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നതെന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ 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 ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? ഇവിടെ ഇങ്ങനെ റണ്ണിങ് എന്ന് കാണിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ചിലർക്കെങ്കിലും ആപ്പ് ഓപ്പൺ ആയി വന്ന് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കും ഇതുവരെ ആപ്പ് ഓപ്പൺ ആയില്ലേ? കിട്ടിയവർ ഷെയർ ചെയ്യുക, നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാം. കിട്ടിയവർ ഒന്നും ഓക്കെ എന്ന് പറയുക കേട്ടോ. വന്നോ? കാരണം ഇത്തിരി ടൈം എടുക്കുന്ന ഫസ്റ്റ്. ഓക്കെ, എന്റെ വന്നിട്ടില്ല. വന്നതിന്റെ ഒരു സന്തോഷം പോയി. കുഴപ്പമില്ല. ലോഡാവുമല്ലേ അജീഷ്? ലോഡാവുമല്ലേ? റണ്ണിങ് എന്ന് പറയുന്നത് കാണിച്ചിരിക്കുകയല്ലേ? അപ്പൊ പ്രശ്നമില്ല. ആൻഡ്രോയിഡ് ഫോണിൽ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ പേടിക്കണ്ട. അപ്പൊ ഉടനെ തന്നെ വരുന്നതായിരിക്കും.
ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്താണ് ആപ്പ് ലോഡായി കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതുപോലൊരു സ്ക്രീൻ വരും. ഇതൊരു സാമ്പിൾ ആപ്പാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ എന്താണ്, ഇത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് പോലെ നമുക്ക് തരുന്നതാണ്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നമ്മൾ ഇതല്ല ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ ഒന്ന് എത്തിക്കുക എല്ലാവരും. ഓക്കെ, ഇതൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്ലസ് ബട്ടൺ കണ്ടോ? ഈ പ്ലസ്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ കൂടി 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 പോകും. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, അജീഷ് എന്തായി? രണ്ടുപേർക്ക് ഇതുവരെ എന്താണ്, ബാക്കിയുള്ളവർക്ക് എവിടെ പോയി? ലോഡായി വന്നോ? കിട്ടി? ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ, ഇതൊരു സാമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. ഇത് നിങ്ങൾ നോക്കണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു എന്താണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനൊരു എന്താണ്, നമ്മൾ ഈ മുകളിൽ ഈ ഒരു ബാർ കണ്ടോ? ഇതിന് നമ്മൾ ആപ്പ് ബാർ എന്ന് പറയും. ഓക്കെ, അതിനകത്ത് ഇതിന്റെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഫ്ലട്ടർ ഡെമോ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ആപ്പ് ബാറിന് താഴെ കാണുന്ന സംഭവമാണ് നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടാണ് ബോഡി. ഓക്കെ ഓക്കെ, അതിലൂടെ ഞാനിപ്പോൾ വരാം. ഓക്കെ, ഈ ഫ്ലട്ടർ ഡെമോ ഹോം പേജ് നമ്മൾ ഇവിടെ കോഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് താഴോട്ട് പോയി നോക്കുകയാണെങ്കിൽ താഴോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹോം മെറ്റീരിയൽ ആപ്പ്, ഇതിനകത്ത് ഹോമിനകത്ത് ടൈറ്റിൽ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലട്ടർ ഡെമോ ഹോം പേജ് ഇതല്ലല്ലോ. ഇത് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചോ, ഞാനിത് ചേഞ്ച് ചെയ്തു, ഞാനത് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ കണ്ടോ ഫ്ലട്ടർ ഡെമോ പേജ് എന്ന് മാറിയത് കണ്ടോ? ഫസ്റ്റ് ബിൽഡ് ചെയ്യാൻ മാത്രമേ ഇത്രയും ടൈം എടുക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഇൻസ്റ്റന്റേനിയസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ബിൽഡ് ചെയ്യാൻ മാത്രമാണ് ഇത്രയും സമയം എടുക്കുന്നത്. അത് കഴിഞ്ഞ് സംഭവങ്ങളെല്ലാം സടപടേ നടക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ചേഞ്ച് വരുത്തിയാൽ അപ്പൊ തന്നെ അത് അവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലട്ടർ ഡെമോ എന്ന് മാത്രം ഞാൻ കൊടുത്തു. ഓക്കെ, കണ്ടോ ഇവിടെ ചേഞ്ച് ചെയ്ത് കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ പ്രൈമറി സ്വാച്ച് കളേഴ്സ് ഡോട്ട് ബ്ലൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കളേഴ്സ് ഡോട്ട് ബ്ലൂ എന്ന് കൊടുത്തേക്കുന്ന അവിടെ ഞാൻ ബ്ലൂ മാറ്റി ആരും ഒരു കളർ പറഞ്ഞേ, എല്ലാവരും ഇവിടെ ഉണ്ടോ? എനിക്കൊരു കളർ വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ പറയൂ. റെഡ്, ബ്ലാക്ക്. ഓക്കെ, രണ്ടുപേർക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം. ബ്ലാക്ക് ഉണ്ടോ എന്തോ ദൈവമേ. കളേഴ്സ് ഡോട്ട് ബ്ലൂവിന് പകരം ഞാൻ ബ്ലാക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ബ്ലാക്ക് കൊടുക്കുകയാണ്. ബ്ലാക്കിന് എന്തോ പ്രശ്നമുണ്ടല്ലോ. തൽക്കാലം നമുക്ക് അവിടെ ബ്ലാക്ക് കൊടുക്കണ്ട, അതിന് പകരം ബ്ലാക്ക് കാണേണ്ട സ്ഥിതിക്ക് ഇവിടെ ആപ്പ് ബാർ എന്ന് കൊടുത്തിട്ടില്ലേ? താഴോട്ട് വരുമ്പോൾ ഇതൊക്കെ ഞാൻ പറയാം കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇത് നമുക്ക് ആദ്യം തൊട്ടേ ബിൽഡ് ചെയ്ത് വരാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ആപ്പ് ബാറിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട്
ഇപ്പോൾ ബ്ലാക്ക് ആയി. ഓക്കെ, ഇതിന്റെ ഒരു സ്പീഡ് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. സാധാരണ നിങ്ങൾ ഡെവലപ്പ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു എന്താണ് ഇപ്പോൾ നമ്മൾ ജാവയോ പോർട്ടലിനോ വെച്ചാണെങ്കിൽ ഇത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തേ ഉള്ളൂ. പേടിക്കണ്ട, നമ്മൾ ആദ്യം തൊട്ടേ ബിൽഡ് ചെയ്ത് വരാൻ പോവാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കോഡ് മൊത്തം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ വോയിഡ് മെയിൻ തൊട്ട്, അല്ലെങ്കിൽ ഈ വോയിഡ് മെയിൻ കിടന്നോട്ടെ, അല്ലെങ്കിൽ വേണ്ട കിടക്കട്ടെ, നമുക്ക് ആദ്യം തൊട്ട് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് ഈ മെറ്റീരിയൽ ഡോട്ട് ഡാർട്ടിന് താഴെയുള്ള എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ ആണോ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഡിലീറ്റ് ചെയ്ത ശേഷം ഇനിയാണ് നമ്മൾ ആപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, കിട്ടിയില്ല, ബിൽഡ് ഫെയിലിയർ. ഒയ്യോ, ബിൽഡ് ഫെയിലിയറിന് ആണെങ്കിൽ അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും. നമ്മുടെ ബിൽഡ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് താഴോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു എറർ മെസ്സേജ് കാണിക്കും. അതെന്താണെന്ന് നോക്കാമോ? ഫോണിൽ സ്റ്റോറേജ് ഉണ്ടോ? ഫോണിൽ എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള സ്റ്റോറേജ് ബാലൻസ് ഉണ്ടോ? ഫ്രീ സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എറർ മെസ്സേജ് എന്താണെന്ന് കണ്ടാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എറർ എന്താണെന്ന് കാണിക്കുന്നുണ്ടോ? ഇവിടെ ഒരു എറർ കാണിക്കും, ചിലപ്പോൾ ഒരു യെല്ലോ കളറിലായിരിക്കും. ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണ്? ബിൽഡായി വന്നില്ല ഇതുവരെ ആപ്പ്, ഒന്നും വരുന്നില്ല. ഫിനിഷ് ആകുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇത് ടൈം എടുക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മൊബൈൽ സ്ക്രീൻ ബ്ലാക്ക്, ഇത് സേവ് ചെയ്യണ്ട കേട്ടോ. ഇതിപ്പോ ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ആവും, റെഡ് ആവും ചിലപ്പോ. ഓക്കെ, അതിന് പകരം ആപ്പ് ബിൽഡ് ആയില്ലേ? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന്, ഇത് നിങ്ങൾക്ക് ആർക്കും ബിൽഡ് ആയില്ലേ? തൽക്കാലം സേവ് ചെയ്യണ്ട. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. ഓ ഓ ഓ ഓ ഓ ഇത് ഇൻസ്റ്റാളേഷൻ എന്തോ പ്രശ്നം പറ്റിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ബിൽഡ് ടൂൾസ് കാണുന്നില്ല. അപ്പോൾ ആൻഡ്രോയിഡ് SDK ഇൻസ്റ്റാൾ ചെയ്തതിൽ എന്തോ പ്രശ്നം പറ്റിയതാണ് കേട്ടോ. എല്ലാവർക്കും എററാണോ? ഷോ, അയ്യോ. ഓക്കെ ഓക്കെ, ഇതിന് ബിൽഡ് ടൂൾ സർവീസിന് നിങ്ങൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് CMD എടുക്കുക, അട്ടർ ഡോക്ടർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടിക്കും വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഒരു 5 or 6 ഗ്രീൻ ടിക്സ് കിട്ടും. അതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്താണ് റെഡ് മാർക്ക് കൊടുത്തിട്ട് ഒരു വാണിംഗ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പറഞ്ഞോളൂ. ആ ഫോണിൽ കണക്ട് ചെയ്യുന്നൊന്ന് പറയാതെ, എന്റെ കേബിൾ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കേബിൾ വർക്ക് ചെയ്യുന്നില്ല? അല്ല, ഒന്നുകൂടെ ഒന്ന് പറയാതെ, ഞാനിപ്പോ വേറെ കേബിൾ വെച്ചാ. ഓക്കെ, കേബിൾ കണക്ട് ചെയ്തോ? കണക്ട് ചെയ്തു. ഓക്കെ, കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്താണ്
USB ഡീബഗിങ് ഓൺ ആക്കിയായിരുന്നോ? ഓണാക്കിയായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. കണക്ട് ചെയ്യുമ്പോൾ ഫോണിൽ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് ചോദിക്കും USB ഡീബഗിങ് ഓൺ ആണ്, കണക്ട് ആയിക്കോട്ടെ എന്ന്. അത് എസ് കൊടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വന്നിട്ട് ഇനി ജസ്റ്റ് നിങ്ങളുടെ ഈ എന്താണ് നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ട് കിടക്കുന്നില്ലേ, അവിടെ ജസ്റ്റ് റൺ കൊടുക്കുക. ഏതാ? ഓക്കെ, റൺ കൊടുക്കണം അല്ലേ? ഓക്കെ, റൺ കൊടുക്കുക. റൺ വിത്തൗട്ട് ഡീബഗിങ് കൊടുക്കുക. ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പറഞ്ഞോളൂ. എന്റേത് നോ ഇഷ്യൂസ് ഫൗണ്ട് എഴുതി വെച്ചേക്കുന്നു. നോ ഇഷ്യൂസ് ഫൗണ്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്റെ ഫെയിൽ ടു ഫൈൻഡ് ബിൽഡ് ടൂൾസ് റിവിഷൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് പറ്റി. ഫ്ലട്ടർ എക്സ്റ്റൻഷനും ഡാർട്ട് എക്സ്റ്റൻഷനും ഒക്കെ ഇൻസ്റ്റാൾഡ് ആണോ VS കോഡിൽ? ഇൻസ്റ്റാൾഡ് യൂട്യൂബിന്റെ വീഡിയോ കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തു ആണല്ലോ അല്ലേ? അപ്പോ ഒന്നുകൂടെ റീട്രൈ ചെയ്ത് നോക്കിയേ. ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കും. എറർ ലോഞ്ചിങ് ആപ്ലിക്കേഷൻ ഓൺ Redmi Note 9 Pro. അതിനുശേഷം അതിന്റെ താഴെ കുറച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എറർ ലോഞ്ചിങ് എന്ന് കാണിച്ചിട്ട് അതിന്റെ എററും കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അഭിഷേക്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റാം കുറച്ച് എക്സ്ട്രാ യൂസ് ചെയ്യും, കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും. ഏതാണ്? ഓക്കെ. ഇത് വന്നിട്ട് നിങ്ങളുടെ ഫോണിൽ വന്നിട്ട് ഫോണൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പെർമിഷൻ ചോദിക്കും, ഇൻസ്റ്റാൾ ചെയ്തോട്ടെ എന്നുള്ളൊരു പെർമിഷൻ ചോദിക്കും. അത് 4 സെക്കൻഡോ 5 സെക്കൻഡോ മാത്രമേ കാണിക്കത്തുള്ളൂ റെഡ്മി ഫോൺസിൽ. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നോട്ടിഫിക്കേഷൻ ഷെയ്ഡില് USB ഡീബഗിങ് ഈസ് ഓൺ അതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാൾ ഫ്രം USB എന്നോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ വ്യൂ USB അത് അലോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, അപ്പൊ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഇൻസ്റ്റന്റ് ആയാണ് മാറേണ്ടത്. തൽക്കാലം നോക്കണം കേട്ടോ. തൽക്കാലം മാറുന്നോ നോക്കുക. തൽക്കാലം അത് ചെക്ക് ചെയ്യണ്ട. അത് ഇപ്പൊ വരാം, അതിലോട്ട് വരാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഓക്കെ, നമുക്കപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ. നമ്മുടെ മറ്റേ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുമ്പോൾ മെയിൻ ഡോട്ട് ഡാർട്ടിനകത്ത് ഇത്ര മാത്രമായിരിക്കും കാണുക. ഓക്കെ, ഇതിനകത്ത് ആദ്യം നമുക്ക് തുടങ്ങുമ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ വേണം. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ വേണം. ഓക്കെ, മെയിൻ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്താൽ മതി. ആ ഒരു വോയിഡ് മെയിൻ അതിൻ്റെ ഫോർമാറ്റിലെല്ലാം VS കോഡ് നമുക്ക് വേണ്ടി പേസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതിൽ ഈ ലിസ്റ്റ് സ്ട്രിങ് ARGS എന്നുള്ളതൊന്നും വേണ്ട, കിടന്നാലും കുഴപ്പമില്ല. ഓക്കെ, കിടന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതിൽ കിടന്നിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മുടെ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ആപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ ഓക്കെ ആണോ? മെയിൻ ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, ഇത്രയും വരും. അങ്ങനെ വന്നില്ല എങ്കിൽ ജസ്റ്റ് മെയിൻ കൊടുക്കുക, റൗണ്ട് ബ്രാക്കറ്റ്സ് ഇടുക, കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ മെയിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
നമ്മളൊരു ആപ്പ് റൺ ചെയ്യുകയാണ്. അതിനുവേണ്ടി റൺ ആപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഓക്കെ, റൺ ആപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണം. അതിന് റൺ ആപ്പ് എന്ന് കൊടുക്കുക, ജസ്റ്റ് റൗണ്ട് ബ്രാക്കറ്റ്സ് ഇടുക, ഒരു സെമിക്കോളൻ കൊടുക്കുക. ഓക്കെ, തൽക്കാലം ഇതുവരെ എത്തുക. അതിനുശേഷം നമ്മൾ കോൾ ചെയ്യാൻ പോകുന്ന ആപ്പ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഏത് ആപ്പാണ് റൺ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് അതിനകത്ത് കൊടുക്കണം. ഞാനിപ്പോൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈ ആപ്പ് എന്ന് പറയുന്നത്, അത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. മൈ ആപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഈ മൈ ആപ്പ് ഇതുവരെ ഇവിടെ ഇപ്പോൾ ഒരു എറർ വരും. എന്താണെന്ന് വെച്ചാൽ മൈ ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഇറ്റ്സ് ഡിഫൈൻഡ് എന്ന് കാണിക്കും. ഓക്കെ, അതിനെന്ത് ചെയ്യാം, താഴെ പോയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, മൈ ആപ്പ് ഡിഫൈൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ STL എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് വന്നിട്ട് ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും ഫ്ലട്ടർ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും പറഞ്ഞു വരും. ഓക്കെ, ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഫ്ലട്ടറിൽ എല്ലാം വിഡ്ജറ്റ് ആണ്. ഓക്കെ, എല്ലാ സംഭവങ്ങളും വിഡ്ജറ്റ് ആണ്, എല്ലാത്തിനും ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കഴ്സർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ബ്ലിങ്ക് ആവും. ഓക്കെ, അവിടെ ജസ്റ്റ് മൈ ആപ്പ് എന്ന് കൊടുക്കുക, നമ്മൾ ഇവിടെ കൊടുത്ത സംഭവം. ഓക്കെ, അപ്പോൾ ആ എററും പോവും. സാറേ വിഡ്ജറ്റ്സ് വന്നില്ല. ഏതാണ് ഇത്? വന്നില്ലേ? STL എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് വന്നില്ലേ? ഫ്ലട്ടർ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾഡ് ആണോ? ഇന്നലെ പറഞ്ഞുള്ള വീഡിയോയിലുള്ള കംപ്ലീറ്റ് ആണോ? ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. STLESS എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഇങ്ങനെ ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് വന്നോ നോക്കിയേ. വന്നില്ല എങ്കിൽ ഇത് ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ വരേണ്ടതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് തരാം. ജസ്റ്റ് കോപ്പി ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, കോപ്പി ചെയ്ത് അവിടെ കൊടുക്കുക കേട്ടോ. ഇത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിന്റെ സിൻടാക്സ് ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ് കേട്ടോ. വന്നില്ല എങ്കിൽ ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഓക്കെ, ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് പറയണേ. ഒന്നുകൂടെ ഒരു മിനിറ്റ്. നമ്മൾ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? ഇവിടെയല്ലേ നമ്മൾ ഇതുവരെ ചെയ്തു. വോയിഡ് മെയിനകത്ത് റൺ ആപ്പ് എന്ന് കൊടുത്തു. അതിനുശേഷം മൈ ആപ്പ് ആണ് റൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, മൈ ആപ്പ് എന്ന് പറയുന്നത് ഒരു വിഡ്ജറ്റ് ആണ്. ഓക്കെ, വിഡ്ജറ്റ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, ഫ്ലട്ടറിൽ വന്നിട്ട് എല്ലാ സംഭവങ്ങളും ഒരു വിഡ്ജറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ വിഡ്ജറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതാണ് അവിടെ ഒരു എറർ കാണിക്കുന്നത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ സ്റ്റേറ്റ്ലെസ്സോ അല്ലെങ്കിൽ STL എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷൻ വരും. സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വരും, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനും വരും. ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ്. ഇപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ കഴ്സർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, അത് അതിന്റെ നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മൈ ആപ്പ്. നമ്മളിത് ഇവിടെ കൊടുക്കുക, അതേ നെയിം തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതൊരു ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് കാണും, അതിനകത്ത് കുറച്ച് ഫങ്ഷൻസ് കാണും. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസ്ട്രക്ടർ ആണ്.
അതൊക്കെ പറയാം കേട്ടോ, അതൊക്കെ വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ആപ്പ് ഒന്ന് റൺ ചെയ്യുന്ന രീതിയിൽ എത്തിക്കുകയാണ്. അതിനുശേഷം നമ്മൾ UI ഒന്ന് ബിൽഡ് ചെയ്യണം. ഓക്കെ, സംഭവം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുവരെ എല്ലാവരും എത്തിയോ? ഓക്കെ, മൈ ആപ്പ് ഇത്രയും സംഭവങ്ങൾ വരണം. ഓക്കെ, ഈ റിട്ടേൺ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു സംഭവം വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, ഓക്കെ, അതിനുശേഷം റിട്ടേൺ കണ്ടെയ്നർ മാറ്റിയിട്ട് മെറ്റീരിയൽ ആപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഓൾറെഡി കുറേ സംഭവങ്ങൾ ഫ്ലട്ടറിൽ ബിൽഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടറിനെ ബിൽഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ മെറ്റീരിയൽ ആപ്പിനകത്തുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ മുകളിലെ ആപ്പ് ബാർ വരണമെങ്കിലോ. ഓക്കെ, കിട്ടിയോ? അതിനു വേണ്ടിയാണ് നമ്മൾ മെറ്റീരിയൽ ആപ്പ് കോൾ ചെയ്യുന്നത്. ഓക്കെ, മെറ്റീരിയൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മെറ്റീരിയൽ ആപ്പിന് വന്നിട്ട് ഒരു മിനിറ്റ്, ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? സേവ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ എന്താ കാണിക്കുന്നത്? ഓക്കെ, എറർ വരുന്നു. റണ്ണിങ് പബ്കെറ്റ്. ഓക്കെ, അപ്പോ നമ്മുടെ ഋഷികേഷ് എന്താണ് കൺസോളിനകത്ത് ജസ്റ്റ് പബ്കെറ്റ് എന്ന് കൊടുക്കുക. ഈ ടെർമിനൽ എടുക്കുക. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുക, അപ്പോൾ സംഭവങ്ങളെല്ലാം ലോഡായി വരും. അവിടെ ഈ ആ ഒരു സംഭവം കൊടുക്കുക, PUB സ്പേസ് GT. ഓക്കെ, വർക്ക് ചെയ്യും. ബ്ലാക്ക് സ്ക്രീൻ തന്നെയാണ്, ബ്ലാക്ക് സ്ക്രീൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ റൺ ചെയ്യാണ്. ഓക്കെ, ബ്ലാക്ക് സ്ക്രീൻ വരെ എത്തിയോ എല്ലാവരും? ഓക്കെ, ഓക്കെ, ജസ്റ്റ് ബ്ലാക്ക് അല്ലേ, അതിലൊന്നും കാണിക്കുന്നില്ലല്ലോ? എറർ വല്ലതും കാണിക്കുന്നുണ്ടോ? ഓക്കെ, 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 അതൊന്ന് റൺ ആയിക്കോട്ടെ. ഓക്കെ, ബ്ലാക്ക് സ്ക്രീൻ വരെ വന്നവരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെറ്റീരിയൽ ആപ്പിനകത്ത് നമുക്ക് നമ്മുടെ ഹോം സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഹോം എന്ന് കൊടുക്കുക. ഓക്കെ, മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിനകത്ത് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഹോം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാ വിഡ്ജറ്റിനും ഓരോ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, കിട്ടും. ചിലത് വന്നിട്ട് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം, അത് റിക്വയർഡ് ആയിട്ടുള്ള കാര്യമാണ്. ചിലത് ഓപ്ഷണലാണ്. ഇതിലിപ്പോൾ ഞാൻ ഹോം കൊടുത്തില്ലെങ്കിലും നമ്മുടെ എന്താണ് ആപ്പ് വർക്ക് ചെയ്യും. പക്ഷേ ഹോം കൊടുക്കുക. ഹോം കൊടുത്ത ശേഷം ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, കോളം ഇടുക. ജസ്റ്റ് HO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹോം എന്ന് വരും. ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി, സംഭവങ്ങൾ ഇതെല്ലാം ഇതുവരെ വരും. ഓക്കെ, അതിനുശേഷം സ്കാഫോൾഡ് എന്ന് കൊടുക്കുക. ഓക്കെ, സ്കാഫോൾഡ് കൊടുക്കുക. ഓക്കെ, സ്കാഫോൾഡ് എന്ന് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ വന്നിട്ട് വൈറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ആ ബ്ലാക്ക് സ്ക്രീൻ മാറി വൈറ്റ് സ്ക്രീൻ ആവുന്നുണ്ടോ എന്ന് നോക്കുക.
പബ് സ്പേസ് ഗെറ്റ് ആണ് കേട്ടോ, പബ് സ്പേസ് ഗെറ്റ് ആണ്. ഓക്കെ, ഞാനത് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലൊരു വൈറ്റ് സ്ക്രീൻ വരണം. ഓക്കെ, സ്കാഫോൾഡ് വരെ കൊടുത്തിട്ടുള്ളവർക്ക് ഇതുപോലൊരു വൈറ്റ് സ്ക്രീൻ വരും. ഓക്കെ, ഇത്രയും കൊടുത്തിട്ടുള്ളവർക്ക് ഇതുപോലൊരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണ്. ആ, അപ്പോൾ വെയിറ്റ് ചെയ്യുക ഋഷികേഷ്. അപ്പോൾ നമ്മുടെ എന്താണ്, നമുക്ക് എൻഡിൽ അത് ശരിയാക്കാം കേട്ടോ. ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, എന്താണ് എങ്ങനെ ആ ഒരു എറർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. കുറച്ച് സംഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ ഇന്ന് തീർക്കാൻ പറ്റില്ല. ഓക്കെ 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 ഓക്കെ, നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയാം. ഓക്കെ, നമ്മളിത് വോയിഡ് മെയിൻ കൊടുത്തു. ആ സ്ക്രീനിലൊന്നും ഇല്ല, വൈറ്റ് സ്ക്രീനാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്, ഒരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും കാണിക്കുന്നത്. ഈ സ്കഫോൾഡ് എന്ന് പറയുന്നതും ഒരു വിഡ്ജറ്റ് ആണ്. സ്കഫോൾഡിനകത്തും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഈ ബിൽഡിങ്ങിനൊക്കെ നമ്മൾ സ്കഫോൾഡിംഗ് ഒക്കെ ബിൽഡ് ചെയ്യുക അങ്ങനെയൊക്കെ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ആൻഡ്രോയിഡ് ആപ്പിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വീണ്ടും ബിൽഡർ കാണിക്കുന്നു. എറർ വരുന്നവരെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ, നമുക്ക് അവസാനം ശരിയാക്കാം. എന്താണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, എന്താണെന്നുള്ളത് നോക്കണം, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, തൽക്കാലം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ എറർ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ കുറച്ച് സൊല്യൂഷൻസ് കാണിക്കും, അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇതിപ്പോൾ എല്ലാവരും പല പല സ്ഥലങ്ങളിലായതുകൊണ്ട് പെട്ടെന്ന് വന്ന് നമുക്ക് നോക്കി റെഡിയാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതുവരെ ഓക്കെയാണോ? ഞാൻ ഇതുവരെ ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് ഇതിലിട്ടേക്കാം. ഓക്കെ, ഇൻ കേസ് കോഡ് എവിടെയെങ്കിലും പ്രശ്നം വരിയിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഒരു ബേസിക് സംഭവം. ഓക്കെ, ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സ്കാഫോൾഡിനകത്ത് ഓക്കെ, നേരത്തെ നമ്മൾ മെറ്റീരിയൽ ആപ്പ് എടുത്തു, അതിനകത്ത് ഹോം കൊടുത്തു, സ്കാഫോൾഡ് കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്ക്രീനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഹോമിനകത്ത് ഡയറക്റ്റ് സ്കാഫോൾഡ് കൊടുത്തത്. മൾട്ടിപ്പിൾ സ്ക്രീൻസ് ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഹോം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു തീമൊക്കെ സെറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഹോം സ്ക്രീൻ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഹോം എന്ന് കൊടുത്തിട്ട് അവിടെ സ്കാഫോൾഡ് ബിൽഡ് ചെയ്ത് അങ്ങ് തുടങ്ങുകയാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് മൾട്ടിപ്പിൾ സ്ക്രീൻസ് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ഇനി ജസ്റ്റ് കുറച്ച് കോൺസെപ്റ്റ്സ് പറഞ്ഞു തരാനുണ്ട്. നമ്മുടെ UI നമ്മുടെ സ്ക്രീനിൽ വരേണ്ട സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഓക്കെ. ഇനി സ്കാഫോൾഡിനകത്ത് ഓക്കെ, സ്കാഫോൾഡിനകത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് കണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തോട്ടെ.
ഓക്കെ. സ്കഫോൾഡ് റൗണ്ട് ബ്രാക്കറ്റ്സിനകത്ത് സ്കഫോൾഡിനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ ആദ്യം കണ്ട ആപ്പ് ബാർ എന്ന് പറഞ്ഞാൽ മുകളിൽ വരുന്ന സംഭവം. ഓക്കെ, ആപ്പ് ബാർ ഓക്കെ എന്ന് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആപ്പ് ബാർ വരും. സ്കഫോൾഡിനകത്ത് ഞാൻ APP എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആപ്പ് ബാർ എന്ന് താഴെ കാണിക്കും. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആപ്പ് ബാർ എന്ന് വരും. ആ കോളൻ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കോമ ആയിട്ട് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആപ്പ് ബാർ എന്ന് ഇത് എടുക്കുക. ആപ്പ് ബാർ എന്ന് കൊടുക്കുക. ഈ ഒരു എന്താണ് റൗണ്ട് ബ്രാക്കറ്റ്സ് ഇടുക, എന്നിട്ട് സേവ് ചെയ്യുക. സ്കഫോൾഡിന്റെ ആപ്പ് ബാർ ഉണ്ട്. ആപ്പ് ബാർ എന്നുണ്ട്. അതിന്റെ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആപ്പ് ബാർ എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും, ഈ ഒരു നമുക്ക് ആ ഒരു മുകളിൽ കാണുന്ന ആപ്പ് ബാർ ബിൽഡായി വരും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ആപ്പ് ബാർ ബിൽഡായി വന്നു. ഇന്ന് തൽക്കാലം ഞാൻ ആപ്പ് ബാർ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ആപ്പ് ബാറിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആപ്പ് ബാർ വേണ്ട. ഓക്കെ, തൽക്കാലം അവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇത് ഇല്ല, ആപ്പ് ബാർ തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നിങ്ങൾ വെച്ചിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ വേറെ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, സ്കാഫോൾഡിനകത്ത് ആപ്പ് ബാർ എന്നുള്ള പോലെ തന്നെ ബോഡി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോഡി എടുക്കുക. ഓക്കെ, ഈ ബോഡി എന്ന് പറയുന്ന ഇതിനകത്തായിരിക്കും നമ്മൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും ബിൽഡ് ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഓക്കെ, അവിടെ ആയിരിക്കും നമ്മുടെ ആപ്പിന്റെ UI നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബോഡിക്കകത്ത് ആദ്യം നമുക്ക് ചെറിയൊരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അത് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കാൻ വേണ്ടി. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വിഡ്ജറ്റ് ആണ് ടെക്സ്റ്റ് കൊടുക്കുക, റൗണ്ട് ബ്രാക്കറ്റ്സ് ഇടുക. ഓക്കെ, ഇത് ഇങ്ങനെ ഉണ്ടോ? ഇനി ഇതിനകത്ത് നമ്മൾ ഇന്നലെ സ്ട്രിങ് കൊടുത്തില്ലേ? സ്ട്രിങ് കൊടുത്ത ഓർമ്മയുണ്ടോ? ഇത് ഡബിൾ കോട്ട്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് ഇട്ടിട്ട് ഓക്കെ സർ പറഞ്ഞോളൂ. കുറെ എറർ വരുന്നുണ്ട്. കുറെ എറർ വരുന്നുണ്ട്. എന്ത് പറ്റി? എന്താണ് എറർ? എന്താണ്? My app is defined അങ്ങനെ. എങ്ങനെ മൈ ആപ്പ് ഇസ് നോട്ട് ഡിഫൈൻഡ് എന്നോ? യെസ്. അഭിഷേകാണോ? ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ചിലപ്പം മൈ ആപ്പ് വന്നിട്ട് മുകളിൽ കൊടുത്തത് അല്ല, താഴെ നമ്മൾ ഞാൻ ഈ തന്ന കോഡ് തന്നെയാണോ പേസ്റ്റ് ചെയ്തത്? ഈ കോഡ് തന്നെയാണോ പേസ്റ്റ് ചെയ്തത്? അതെ സർ. ഓക്കെ, അതൊന്ന് കൊടുത്തോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കും. മുകളിൽ MY ആപ്പ് എന്ന് പറയുന്നതും താഴെ കൊടുത്തതും ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നതായിരിക്കും. ഇവിടെ കൊടുക്കുന്ന മൈ ആപ്പും ഇവിടെ താഴെ ക്ലാസ്സിനകത്ത് നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനകത്ത് കൊടുക്കുന്ന മൈ ആപ്പിന്റെയും നെയിം സെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് A മാറ്റി സ്മോൾ A ആക്കിയാൽ പോലും വർക്ക് ചെയ്യില്ല കേട്ടോ. ഇതുവരെ ഉള്ള കോഡ് ഞാൻ അയക്കണോ? അത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഓക്കെ, ഞാനിപ്പോ ഓക്കെ
ബോഡിക്കകത്ത് എന്തായി അഭിഷേക്, എന്തായി? എറർ മാറിയോ? ഇതുവരെ എത്തിയോ എല്ലാരും? ഓക്കെ, ഞാനിപ്പോ ബോഡിക്കകത്ത് ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ആണ് കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്സ്റ്റുവൽ ഡേറ്റ നമ്മുടെ ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. എവിടെ നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്യണമെങ്കിലും അവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റ് യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദേ അങ്ങ് മുകളിൽ പോയി കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, ദേ ഇവിടെ ആണ് കിടക്കുന്നത് ഞാനിപ്പോൾ കൊടുത്ത ടെക്സ്റ്റ്. ഓക്കെ, അത്രയും മുകളിൽ പോകാൻ പാടില്ല. ഓക്കെ, നമുക്ക് അവിടെ അല്ലല്ലോ തുടങ്ങുന്നത്, താഴോട്ടല്ലേ തുടങ്ങുന്നത്. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഫോണിനും ഇപ്പോൾ എന്താണ് മുകളിൽ ചിലപ്പോൾ ഒരു നോച്ച് കാണും, അല്ലെങ്കിൽ ക്യാമറ കാണും, മറ്റേ പഞ്ച് ഹോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പല ഫോണിനും പല സ്ക്രീനിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണും. ഓക്കെ, അത് എന്താണ് നമുക്ക് ഡെവലപ്പേഴ്സ് നമുക്കത് അറിയാൻ പറ്റില്ല. എല്ലാ ഫോണിന്റെയും ഇത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഫോണിന് ഒരു സേഫ് ഏരിയ ഉണ്ട്. ഓക്കെ, ആ സേഫ് ഏരിയക്കകത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോഡി നമ്മൾ കൊടുക്കുന്നത് ടെക്സ്റ്റിന് മുന്നേ ഈ ടെക്സ്റ്റിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ബൾബ് വന്നുണ്ടോ? ടെക്സ്റ്റിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ബൾബ് വരും. ഈ ബൾബിൽ ക്ലിക്ക് ചെയ്തിട്ട് റാപ്പ് വിത്ത് വിഡ്ജറ്റ് എന്ന് കൊടുക്കുക. ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റാപ്പ് വിത്ത് വിഡ്ജറ്റ് എന്ന് കൊടുക്കുക. അപ്പം ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി അതിന്റെ ചൈൽഡ് ആയിട്ട് പ്ലേസ് ആയി. ഓക്കെ, ഇനി ഇത് ഏത് വിഡ്ജറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോ സേഫ് ഏരിയ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ആണത്. സേഫ് ഏരിയ എന്ന് പറയുന്ന വിഡ്ജറ്റിനകത്താണ് ഞാൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റ് പ്ലേസ് ചെയ്തത്. ഓക്കെ, ഇതിങ്ങനെ ഉള്ളിലോട്ട് പോകും കേട്ടോ. ഓക്കെ, സേഫ് ഏരിയക്കകത്ത് സേഫ് ഏരിയ ചൈൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടെക്സ്റ്റ് കൊടുത്തു. ഇനി ഞാൻ സേവ് ചെയ്യുകയാണെങ്കിൽ അത് താഴെ വരും. താഴെ വന്നതുണ്ടോ? കാരണം ഇപ്പോൾ എന്താണ് നമ്മുടെ ഇതിനറിയാം സേഫ് ഏരിയക്കകത്ത് വേണം ബിൽഡ് ചെയ്യാനായിട്ടുള്ളതെന്ന്. നമുക്ക് സ്ക്രീൻ ഫുൾ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ പലർ തരുന്നുണ്ട്. തൽക്കാലം നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ സേഫ് ഏരിയയിൽ അകത്താണ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റ് നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കാം. ഇങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുക്കുന്നത്. ടെക്സ്റ്റിനകത്ത് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റിനകത്ത് ഡബിൾ കോട്ട്സിനകത്ത് എൻ്റെ പേര് കൊടുത്തു. ഓക്കെ, അതിന് ടെക്സ്റ്റിന് തന്നെ പല പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്കൊരു ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് കാണാനൊരു രസമില്ലല്ലോ, ഒന്ന് വലുതാക്കണ്ടേ, അല്ലെങ്കിൽ ഒന്ന് കളറൊക്കെ മാറ്റണ്ടേ. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിന്റെ നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്തതിന് ശേഷം ഒരു കോമ ഇടുക. ഓക്കെ, കോമ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ എന്ത് മാറ്റാം? ആദ്യം നമുക്ക് സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, കോമ ഇട്ടിട്ട് ജസ്റ്റ് താഴെ ടൈപ്പ് ചെയ്യണം കേട്ടോ. സ്റ്റൈൽ പ്രോപ്പർട്ടി എടുക്കുക. സ്റ്റൈൽ. ഓക്കെ, സ്റ്റൈൽ എന്ന് കൊടുക്കുക. അതിനുശേഷം സ്റ്റൈൽ. സ്റ്റൈൽ പ്രോപ്പർട്ടിക്കകത്തോട്ട് നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് പാസ് ചെയ്യാണ്. ഇതെല്ലാം വിഡ്ജറ്റ്സ് ആണ്. ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ആണ്. ടെക്സ്റ്റ് സ്റ്റൈലിനകത്തായിരിക്കും നമ്മൾ ഇതിന്റെ കളറും ഇതിന്റെ ഫോൺ സൈസും ഇതിന്റെ എന്താണ് ഫോൺ വെയിറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ആ ഒരു ടെക്സ്റ്റിന്റെ. ഓക്കെ, സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കകത്തോട്ട് നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ പാസ് ചെയ്യാണ്. ഈ ടെക്സ്റ്റ് സ്റ്റൈലിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോണ്ട് സൈസ്. ഓക്കെ, ഫോണ്ട് സൈസ് ഇപ്പോൾ ഞാൻ എന്താക്കുകയാണ്, നമുക്കൊരു വാല്യൂ കൊടുക്കാം 20.
ഫോൺ സൈസ് 20 ആക്കി. എന്നിട്ട് ഞാൻ സേവ് ചെയ്യാണ്. വലുതായതുണ്ടോ? ഒരു 50 ആക്കാം. അത് ഞാൻ വീണ്ടും സേവ് ചെയ്യാണ്. ഇപ്പോൾ വലുതായി. ഓക്കെ, ഇനി എനിക്ക് ഫോൺ സൈസ് പോലെ തന്നെ അതിനകത്ത് വേറെ ക്ലിയർ ആയില്ല കേട്ടോ അഭിഷേക്. എനിക്ക് ക്ലിയർ ആവാത്തതാണോ അതോ അവിടുത്തെ പ്രശ്നമാണോ? കേൾക്കുന്നില്ല. ഒന്ന് ടൈപ്പ് ചെയ്യോ അഭിഷേക്, എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്നുണ്ടോ? അഭിഷേക് പറയുന്നത് കേൾക്കാമോ? എൻ്റെ സൈഡിൽ നിന്ന് നെറ്റിന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല കേട്ടോ. ആരും ഇല്ലേ? ആ, കേൾക്കുന്നുണ്ടല്ലേ? ആ, ഓക്കെ ഓക്കെ. അല്ല, അഭിഷേക് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, പ്രശ്നം. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഓക്കെ ഓക്കെ. അപ്പൊ അഭിഷേക് എന്താണെന്നുള്ളത് കിട്ടിയില്ല കേട്ടോ. നെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ടോന്ന് തോന്നുന്നു. സാർ അത് എറർ ഒന്നുമില്ല ഇപ്പോ, പക്ഷെ ഇപ്പൊ നമ്മൾ ചേഞ്ച് ആക്കുന്ന ആപ്പിൽ വരുന്നില്ല. അപ്പൊ റൺ ആവുന്നില്ല എന്ന് തോന്നുന്നു. ആദ്യം റൺ ആക്കണം സാർ അത്. അതെ, ആദ്യം ഇത് റൺ ആക്കി. അല്ല, ഇപ്പം എന്താണ് ഈ ഒരു സംഭവം ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതെ, ഇത് ഈ പാനൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കാണിക്കുന്നുണ്ടോ? അത് കാണിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം Ctrl+S കൊടുക്കുക. അപ്പൊ സേവ് ആവും. അപ്പോൾ അത് നമ്മുടെ ഫോണിന്റെ സ്ക്രീനിൽ വരും. കിട്ടിയോ? എന്തായി? അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ അഭിഷേക്. നമ്മുടെ ഈ റൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ പ്രസ് ചെയ്താലും മതിയാവും കേട്ടോ. ഹോട്ട് റീലോഡ് Ctrl F5 പ്രസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ മിന്നലിന്റെ ഐക്കണിൽ പ്രസ് ചെയ്താലും മതിയാവും. ഓക്കെ ഓക്കെ. ഫോൺ സൈസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കളറുണ്ട്. കളർ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് കളറിന്റെ പേര് കൊടുക്കാൻ പറ്റില്ല. കളേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ശരിയായല്ലോ? ഓക്കെ ഓക്കെ. കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഡോട്ട് ഇടുക. ഓക്കെ, അപ്പം ഇഷ്ടംപോലെ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കൊടുക്കാൻ പോവാം. ഓക്കെ, സേവ് ചെയ്യാം. ഓക്കെ, അപ്പം ആ ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ആയി. ഓക്കെ, അതുപോലെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ഫോണ്ട് വെയിറ്റ് ഉണ്ട്. ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ബോൾഡ് ആക്കും, അല്ലെങ്കിൽ പിന്നെ നാരോ ഫോണ്ട് വെയിറ്റ് കുറയ്ക്കുമ്പോൾ കുറച്ചുകൂടെ തിന്നായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് കോമ ഇടുക. ഈ പ്രോപ്പർട്ടീസ് തമ്മിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ ഇടുക. ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഫോൺ സൈസ് കൊടുത്തു, 50 കൊടുത്തു, കളർ കൊടുത്തു, അതിനുശേഷം കോമ ഇടുക. ഇനി ഫോണ്ട് വെയിറ്റ് ഉണ്ട്, ഫോൺ സ്റ്റൈൽ ഉണ്ട്, ഫോൺ ഫാമിലി ഉണ്ട്. ഫോൺ ഫാമിലി മാറ്റുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിന്റെ ഫോണ്ട് മാറും. ഓക്കെ, ഞാൻ ഫോണ്ട് വെയിറ്റ് ഒന്ന് മാറ്റി എത്രയാണ് 500 കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ് കൊടുക്കുക. ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എടുക്കുക, അതിനുശേഷം ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ് എന്ന് കൊടുക്കുക. അപ്പോൾ കുറച്ച് ബോൾഡായി. ഓക്കെ,
അതൊക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണ് ടെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത്. ടെക്സ്റ്റ് നമുക്ക് കാണിക്കണമെങ്കിൽ. ഓക്കെ, ഞാൻ ഇനി ഒരു ചെറിയൊരു ബോക്സ് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, ഒരു ബോക്സ് വരയ്ക്കാനായിട്ട് നമ്മളിവിടെ നേരത്തെ ടെക്സ്റ്റ് കൊടുത്തില്ലേ, ടെക്സ്റ്റ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ദേ ഈ ടെക്സ്റ്റിനെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ സൈഡിലുള്ള നമ്മുടെ ബൾബ് ഉണ്ടല്ലോ, ബൾബിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഓ, ബൾബിൽ അതില്ല കേട്ടോ. ഓക്കെ, അത് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, താല്പര്യം സാരമില്ല. ദേ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ അതുവരെ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്കൊരു സേഫ് ഏരിയക്കകത്ത് ഒരു കണ്ടെയ്നർ കൊടുക്കാം. കണ്ടെയ്നറാണ്, നമ്മളൊരു ബോക്സ് വരയ്ക്കുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു കണ്ടെയ്നർ ഒന്ന് കൊടുത്തു. ഓക്കെ, സേഫ് ഏരിയക്കകത്ത് ചൈൽഡ് ആയിട്ട് ഞാനൊരു കണ്ടെയ്നർ ഒന്ന് കൊടുത്തു. ഞാനിപ്പോൾ സേവ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിലൊന്നും വരത്തില്ല. ഓക്കെ, കാരണം അവിടെ ബിൽഡ് ആയിട്ടുണ്ട്, പക്ഷെ അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്താണ്, അതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത്. ഞാൻ അതിനൊരു ഹൈറ്റും വിഡ്ത്തും കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടെയ്നറിനകത്ത് നമ്മൾ നേരത്തെ ടെക്സ്റ്റിനകത്ത് പ്രോപ്പർട്ടീസ് കൊടുത്ത പോലെ തന്നെ കണ്ടെയ്നറിനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്തുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് കാണാനായിട്ട് ജസ്റ്റ് മൗസ് അതിന് മുകളിൽ കൊണ്ടുവച്ചാൽ മതി. പറഞ്ഞോളൂ. ടെക്സ്റ്റ് സ്റ്റൈലാക്കുന്നതാണ് കാണിച്ചു തരാം സർ. ടെക്സ്റ്റ് സ്റ്റൈലാക്കുന്നത് ഞാൻ ഒരു മിനിറ്റ്. ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനകത്ത് ഡബിൾ കോട്ട്സ് ഇട്ടതിന് ശേഷം, ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യാം കേട്ടോ. സിംഗിൾ കോട്ട്സ് ആയാലും മതി. സിംഗിൾ കോട്ട്സ് ആണ് അതിൻ്റെ കറക്റ്റ് സംഭവം. ഓക്കെ, ടെക്സ്റ്റ് കൊടുക്കുക, ഒരു കോമ ഇടുക. കോമ ഇട്ടതിന് ശേഷം സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുക. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, അതിനകത്തോട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന വിഡ്ജറ്റ് പാസ് ചെയ്യണം. ഓക്കെ, ഈ ടെക്സ്റ്റ് സ്റ്റൈലിനകത്തോട്ടായിരിക്കും നമ്മൾ ഇതിന്റെ സ്റ്റൈൽ എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, ഫോണ്ട് സൈസ് ഉണ്ട്, കളർ ഉണ്ട്, ഫോണ്ട് വെയിറ്റ് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റൈലിനകത്ത് ഫോണ്ട് സൈസ് എന്ന് കൊടുക്കുക. ആ ഫോണ്ട് സൈസ് കൊടുക്കുക, എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. കളേഴ്സ് കോമ ഇടുക. ഓക്കെ, കോമ ഇടുക. അതിനുശേഷം കളർ എന്ന് കൊടുക്കുക. കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കോൾ ചെയ്തതിന് ശേഷം കളേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു ഫോൾഡർ പോലെയാണ്. ഓക്കെ, നമ്മളൊരു ഒരു പെട്ടി പോലെയാണ്. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ പെട്ടിയാണ്. അതിനകത്ത് എല്ലാ കളേഴ്സും കിടപ്പുണ്ട്. അതിനകത്തുനിന്നൊരു കളർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഡോട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കളേഴ്സിനകത്തുനിന്ന് ഓറഞ്ച് എടുക്കുക എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കളേഴ്സ് ഡോട്ട് ഓറഞ്ച് എന്ന് കൊടുക്കുക. ഇത് അല്ലാതെ നിങ്ങൾ മുൻപേ വെബ് ഡെവലപ്മെന്റോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഷ് വാല്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് കേട്ടിട്ടില്ലാത്തവർ കേട്ട് പേടിക്കണ്ട, നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. അതിന് വേറൊരു സംഭവം കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കിട്ടും. ഓക്കെ, കളേഴ്സിന് പകരം കളർ എന്ന് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഹാഷ് വാല്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഹാഷ് വാല്യൂസ് അല്ലല്ലോ, ഹെക്സാഡെസിമൽ കളർ വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, പിന്നെ RGB കളേഴ്സ് കൊടുക്കാൻ പറ്റും. ഫോട്ടോഷോപ്പും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതൊക്കെ. ഓക്കെ, ഞാനിപ്പോൾ ഡയറക്റ്റ് കളേഴ്സ് കൊടുക്കുന്നു, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കളർ എടുക്കുന്നു. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്മുടെ മറ്റേ ബോക്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പറഞ്ഞോളൂ. ഈ നേരത്തെ നമ്മ കണ്ടെയ്നർ ചെയ്തല്ല, അപ്പൊ ടെക്സ്റ്റും കണ്ടെയ്നറും ഒരുമിച്ച് തന്നെ ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ? അത് പറയാം, ഇപ്പൊ ശരിയാക്കാം. ഓക്കെ, കണ്ടെയ്നറിനകത്ത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടെയ്നറിനകത്ത് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും, കണ്ടെയ്നറും ടെക്സ്റ്റും സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. അതൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോ വിചാരിച്ചതിലും കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ,
ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ കണ്ടെയ്നർ എന്ന് കൊടുത്തു, സേഫ് ഏരിയക്കകത്ത് ചൈൽഡ് കണ്ടെയ്നർ എന്ന് കൊടുത്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ സേഫ് ഏരിയക്കകത്ത് ആണ് നമ്മൾ ഈ കണ്ടെയ്നർ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടെയ്നറിന് നമുക്കൊരു ചൈൽഡ് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു ഹൈറ്റും, ഈ കണ്ടെയ്നറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹൈറ്റ് എന്നുള്ളത്. ഹൈറ്റ് ഒരു 100 കൊടുക്കുന്നു, കോമ ഇടുന്നു, അടുത്തത് എൻ്റർ കൊടുക്കുന്നു. ഇനി വിഡ്ത്ത് കൊടുക്കുന്നു, വിഡ്ത്ത് ഒരു 100 കൊടുക്കും. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പോഴും സ്ക്രീനിലൊന്നും കാണിക്കില്ല, കാരണം അതൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ആണ്. ഓക്കെ, അതിന് കളർ കൊടുക്കാനായിട്ട് ഹൈറ്റ് വിഡ്ത്ത് പോലെ തന്നെ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, കളർ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ടെക്സ്റ്റിന് കളർ കൊടുത്ത പോലെ തന്നെ കളേഴ്സ് ഡോട്ട് ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. ഇൻഡിഗോ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, സേവ് ചെയ്യാം. കേട്ടോ, ആ ബോക്സ് അവിടെ വന്നുണ്ടോ? ഓക്കെ, കിട്ടിയോ? ഇത് 100x100 പിക്സൽ ഉള്ള ഒരു കണ്ടെയ്നറാണ്. ഓക്കെ, ഈ കണ്ടെയ്നറിനകത്ത് നമുക്ക് പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതൊരു ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് വരച്ച് ബോക്സ് വരയ്ക്കാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെയും ഇട്ടേക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഞാനിപ്പോൾ ഇത് വരച്ചു. ഇനി ഇതിനകത്ത്, ഈ കണ്ടെയ്നറിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും, ഓക്കെ, എന്ത് ചെയ്യണമെങ്കിലും ഇപ്പൊ ഹൈറ്റ് വിഡ്ത്ത് കളർ എന്ന് കൊടുത്തില്ലേ, അതുപോലെ ചൈൽഡ് എന്ന് കൊടുക്കുക. കണ്ടെയ്നറിന്റെ ചൈൽഡ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ചൈൽഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ടെക്സ്റ്റ് നേരത്തെ കൊടുത്ത പോലെ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനകത്ത് ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, നമുക്ക് സേവ് ചെയ്ത് നോക്കാം. കണ്ടെയ്നറിനകത്ത് ചൈൽഡ് കൊടുക്കുക. ഓക്കെ, ചൈൽഡായിട്ട് നമ്മൾ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. ടെക്സ്റ്റിനകത്ത് നമ്മൾ കോഡ്സിനകത്ത് ഒരു ടെക്സ്റ്റ് എന്താണ്, അതിനകത്ത് വരേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് കൊടുത്തു. ഇനി സേവ് ചെയ്യുക. ക്യാമ്പസ് ഓൺ എന്ന് വന്നു. ഓക്കെ, പക്ഷെ അത് കാണാനൊരു ഭംഗിയില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ഇതിലും സ്റ്റൈൽ ചെയ്യുക. സ്റ്റൈൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? കോമ ഇടുക. ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്? എല്ലാവരും ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ടെക്സ്റ്റിന് സ്റ്റൈൽ ചെയ്യണം. ടെക്സ്റ്റ് സ്റ്റൈൽ, അതെ, കറക്റ്റാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ ഒരു വിഡ്ജറ്റ് ആണ്. അതിന് മുന്നേ നമ്മൾ എന്താണ്, സ്റ്റൈൽ എന്ന് കൊടുക്കും. ഓക്കെ, ടെക്സ്റ്റിന്റെ സ്റ്റൈൽ എന്ന് കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുക്കുന്നത്. ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണോ ഈ ഒരു ടെക്സ്റ്റിന് വേണ്ടത് അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോ സാർ ഒരു ഡൗട്ട് പറഞ്ഞോളൂ. സാറേ, സേഫ് ഏരിയയിൽ തന്നെ 2 ചൈൽഡ് ഇടാൻ പറ്റുമോ? സേഫ് ഏരിയയിൽ തന്നെ 2 ചൈൽഡ് ഇടാൻ പറ്റും. 2 അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേർഷൻ ചൈൽഡ് ഇടാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് പറയാം. അതിന് വേറൊരു സംഭവം വേണം, വേറൊരു വിഡ്ജറ്റ് വേണം നമുക്ക്. ഓക്കെ, അതിലോട്ട് ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ബിൽഡ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് സ്റ്റൈലിന്റെ ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇതേ വരുന്നു. ഓക്കെ, ഞാനത് ഫോൺ സൈസ് കൊടുക്കുന്നു, ഒരു 20. ഇത് കുറച്ച് വലുതായി പോയി, വേണ്ട. ഫോണ്ട് വെയിറ്റ് ഒന്ന് മാറ്റിയാൽ മതി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കിടക്കട്ടെ, നമുക്ക് ഈ ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടിക്കളയാം. കണ്ടെയ്നറിന്റെ സൈസ് ഒന്ന് കൂട്ടിക്കളയാം. 150 by 150 ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഇനി ഈ ടെക്സ്റ്റ് എനിക്ക്
ഈ ബോക്സിന്റെ സെന്ററിൽ കൊണ്ടുവരണം. ഓക്കെ, ഈ ബോക്സിന്റെ സെൻട്രലായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഒന്നുമില്ല, അതും ഒരു വിഡ്ജറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ സേഫ് ഏരിയ ഇട്ട പോലെ തന്നെ സെന്റർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും നമുക്ക് സെന്ററുമായിട്ട് റാപ്പ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റ് ആണ് സെന്ററിലോട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, സെന്ററിലോട്ട് എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറിന്റെ സെന്ററിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യുക, ടെക്സ്റ്റിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റിൽ നമ്മുടെ ബൾബ് കാണാം, ബൾബിൽ പ്രസ് ചെയ്യുക, അതിൽ ഓൾറെഡി റാപ്പ് വിത്ത് സെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഓക്കെ, അത് റാപ്പ് വിത്ത് സെന്റർ കൊടുക്കുക. ഇത് നിങ്ങളുടെ എളുപ്പത്തിനാണ് ഈ ബൾബ് ക്ലിക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ. മറ്റത് നിങ്ങൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ സെന്റർ എന്ന് ടൈപ്പ് ചെയ്യണം, അതിനകത്ത് ചൈൽഡ് കൊടുക്കണം, അതിനകത്ത് ടെക്സ്റ്റിനെ ഈ നിങ്ങൾ താഴെ കൊടുത്തേക്കുന്ന സംഭവങ്ങളെല്ലാം കൊണ്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് പകരം ജസ്റ്റ് റാപ്പ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ബൾബിൽ ക്ലിക്ക് ചെയ്യുക, റാപ്പ് വിത്ത് സെന്റർ എന്ന് കൊടുക്കുക. ഇനി ഞാനിത് സേവ് ചെയ്യുമ്പോൾ കണ്ടോ സെന്ററിൽ വന്നതുണ്ടോ, ആ ബോക്സിന്റെ സെന്ററിലോട്ട് വന്നു. ഓക്കെ, ഓക്കെ ആണോ? ഇനി സേഫ് ഏരിയക്കകത്ത് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് എങ്ങനെ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു കണ്ടെയ്നർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എനിക്കിപ്പോൾ 2 കണ്ടെയ്നർ കൊടുക്കണം. ഓക്കെ, 2 കണ്ടെയ്നർ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് അടുത്ത കണ്ടെയ്നർ വരേണ്ടത്. ഓക്കെ, സെയിം റോയിലാണോ? ഓക്കെ, സെയിം റോയിലാണോ എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ കൊടുത്തേക്കുന്ന നമ്മുടെ കണ്ടെയ്നറിന്റെ റൈറ്റ് സൈഡിലോട്ടാണോ വരേണ്ടത്, അതോ താഴോട്ടാണോ വരേണ്ടത്? ഓക്കെ, ഓക്കെ, അത് ആദ്യം ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സെയിം റോയിലാണ് വരേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ഒരു റോ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കാം. ഈ കണ്ടെയ്നറിനെ നമ്മളൊരു റോയിലിടണം. ക്ലിക്ക് ചെയ്യുക, വീണ്ടും നമ്മൾ ബൾബിൽ ക്ലിക്ക് ചെയ്യുക, റാപ്പ് വിത്ത് റോ എന്നുണ്ട്. ഓക്കെ, സ്കാഫോൾഡിനകത്ത് അല്ലെങ്കിൽ സേഫ് ഏരിയക്കകത്ത് നമുക്ക് ഒറ്റ ചൈൽഡേ പറ്റൂ. അതിനെ നമ്മളൊന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സേഫ് ഏരിയക്കകത്ത് നമ്മളിതിപ്പോൾ ഈ കണ്ടെയ്നറിനെ റാപ്പ് വിത്ത് റോ എന്ന് കൊടുക്കുമ്പോൾ എന്നിട്ടൊന്ന് കോഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വരും. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ചേഞ്ച് ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സേഫ് ഏരിയക്കകത്ത് ഇപ്പോൾ ചൈൽഡായിട്ട് റോ ആണുള്ളത്. ഓക്കെ, റോയ്ക്ക് മൾട്ടിപ്പിൾ ചൈൽഡ്സ് ഉണ്ടാവാം. ഓക്കെ, അതാണ് ഇവിടെ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്തേക്കുന്നത്. ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചിൽഡ്രൻ കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊരു ലിസ്റ്റാണ്. ഓക്കെ, നമുക്കൊരു ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് പാസ് ചെയ്യാം ഈ ചിൽഡ്രനകത്ത്. ഓക്കെ, ഞാനിപ്പോൾ റോ ഈ കണ്ടെയ്നർ തന്നെ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തു. ഓക്കെ, ഈ കണ്ടെയ്നർ എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെയാണ് കണ്ടെയ്നർ എൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന് ശേഷം ഒരു കോമ ഇടുക. കോമ ഉണ്ടെങ്കിൽ അതവിടെ കിടക്കട്ടെ, ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, കിട്ടിയോ? സേഫ് ഏരിയക്കകത്ത് റോ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ട്. റോ എന്ന് പറയുന്ന വിഡ്ജറ്റിന് മൾട്ടിപ്പിൾ ചിൽഡ്രൻ മൾട്ടിപ്പിൾ ചിൽഡ്രൻ ആകാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് നമുക്ക് അതിനകത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ കണ്ടെയ്നർ ഇപ്പം ഞാൻ 2 കണ്ടെയ്നർ കൊടുത്തു, സിമിലർ ആയിട്ടുള്ള 2 കണ്ടെയ്നർ കൊടുത്തു. ഇനി ഞാൻ സേവ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു റോയും കൂടെ വന്നു. ഓക്കെ, നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ജസ്റ്റ് കളർ ഒന്ന് മാറ്റി കൊടുക്കാം. രണ്ടാമത്തതിൻ്റെ കളർ ഇൻഡിഗോ മാറ്റി ഓറഞ്ച് കൊടുക്കാം. കണ്ടോ? ഓക്കെ, സെയിം റോയിൽ അടുത്ത എന്ത് വിഡ്ജറ്റ് ആണോ നമ്മൾ കൊടുത്തത് അത് വരും. ഓക്കെ, ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറും കൂടെയാണ് കൊടുത്തത്, അപ്പോൾ അത് അതുപോലെ വന്നു. ഓക്കെ, നമ്മൾ റോയിന് പകരം
ഈ റോയിന് പകരം താഴോട്ടാണ് വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? കോളം കൊടുത്താൽ മതി, റാപ്പ് വിത്ത് കോളം കൊടുത്താൽ മതി. ഓക്കെ, തൽക്കാലം റോയിനും കോളത്തിനും സെയിം പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതെ റോ മാറ്റിയിട്ട് കോളം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കോളം എന്ന് കൊടുത്തു, സേവ് ചെയ്യുക. അപ്പോൾ താഴെ വന്നുണ്ടോ? ഓക്കെ, സെയിം കോളത്തിൽ അടുത്തത് വന്നു. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് പിടികിട്ടിയോ? സാറേ ആ കോളം തന്നെ ഒന്നുകൂടി പറയോ? പറയാം. നിങ്ങൾ ഈ സാറൊന്നും വിളിക്കണ്ട കേട്ടോ. പിന്നെ ആകാശെന്നോ ചേട്ടാന്നോ ബ്രോയെന്നോ എന്തെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ, കോളം വരുന്നത് പറഞ്ഞുതരാം. റോ വരുന്നത് മനസ്സിലായോ? റോ വന്നായിരുന്നോ? റോ വരുന്നത് മനസ്സിലായായിരുന്നോ? ആ ബൾബിന്റെ അവിടെ നിൽക്കണോടത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു. ഒരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ഇപ്പൊ എവിടെയാണ്? ടെക്സ്റ്റ് മാത്രമാണോ കിടക്കുന്നത്? ഇപ്പൊ ഈ ടെക്സ്റ്റ് മാത്രം അല്ല, സോറി, കണ്ടെയ്നർ മാത്രമാണോ കിടക്കുന്നത്? കണ്ടെയ്നറും ടെക്സ്റ്റും ചെയ്തു, ആ റോ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, അത് കാണിക്കാം. ഇപ്പൊ ഇവിടെ നിൽക്കുകയല്ലേ? ഇനി ഇത് വന്നിട്ട് കണ്ടെയ്നർ മുതൽ കാണിക്കോ സർ? കണ്ടെയ്നർ മുതൽ കാണിക്കാം. ഓക്കെ, കണ്ടെയ്നർ. ഓക്കെ, ഇത് നമുക്കൊരു റോയിനകത്ത് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സേഫ് ഏരിയക്കകത്ത് ചൈൽഡ് ആയിട്ട് കണ്ടെയ്നർ കിടപ്പുണ്ട്. കണ്ടെയ്നറിന് ഒറ്റ ചൈൽഡേ പറ്റത്തുള്ളൂ. ഓക്കെ, സേഫ് ഏരിയയ്ക്കും ഒറ്റ ചൈൽഡേ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സേഫ് ഏരിയക്കകത്ത് നമ്മൾ ഒരു ഈ കണ്ടെയ്നർ എന്നുള്ളത് ഒരു റോയ്ക്കകത്തോ കോളത്തിനകത്തോ ആക്കുക. റോയ്ക്കും റോ കോളത്തിനും മൾട്ടിപ്പിൾ ചൈൽഡ് പറ്റും. ഓക്കെ, കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലായിട്ട് ബൾബുണ്ട്, ബൾബിൽ ക്ലിക്ക് ചെയ്യുക. റാപ്പ് വിത്ത് റോ കൊടുക്കുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ കണ്ടെയ്നർ ഒരു റോയ്ക്ക് അകത്തായിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഒന്നും കാണിക്കില്ല, കാരണം ആ റോയ്ക്കകത്ത് ഒരു കണ്ടെയ്നർ, ഒരു വിഡ്ജറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണിക്കാനില്ല. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു ചൈൽഡും കൂടെ ആഡ് ചെയ്യണം. ചെയ്യാനായിട്ട് റോയുടെ ഒരു പ്രോപ്പർട്ടിയാണ് ചിൽഡ്രൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ സേഫ് ഏരിയക്കകത്തൊക്കെ ചൈൽഡ് അല്ലേ കൊടുത്തത്, അതേപോലെ കണ്ടെയ്നറിനും ചൈൽഡ് ആണ് കൊടുക്കുന്നത്, അതിനകത്ത് വരുന്നത്. പക്ഷെ റോ മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സിനെ നമുക്ക് ചൈൽഡ് ആക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ കണ്ടെയ്നർ എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടെയ്നറിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഇവിടെയാണ് ഇതിന്റെ എൻഡ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കണ്ടോ? ഇത് കണ്ടോ? ഒരു എക്സ്റ്റൻഷനും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് കളർ കോഡ് ആവും. ഞാൻ അതും കൂടെ അത് തൽക്കാലം ഇത് മതി, നമുക്ക് നാളെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഈ കണ്ടെയ്നർ ഒന്ന് കോപ്പി ചെയ്യുക. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ കണ്ടെയ്നർ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ റൗണ്ട് ബ്രാക്കറ്റും ഒരു കോമയും കൂടെ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കോപ്പി ചെയ്യുക. Ctrl+C കൊടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. അതിനുശേഷം ആ കോമയ്ക്ക് ശേഷം എൻ്റർ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ വന്നു. പിടികിട്ടിയോ? ഇനി ഇപ്പൊ ഞാൻ സെയിം റോയിലാണ് കൊടുത്തത്. എനിക്ക് കോളത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് എനിക്ക് വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ ഈ റോ എന്ന് കൊടുത്ത് മാറ്റി
കോളം കൊടുക്കുക. അപ്പം സെയിം ഒരേ കോളത്തിൽ താഴോട്ട് വരും. കോളം കൊടുക്കുക, സേവ് ചെയ്യുക, അത് താഴെ വന്നു. ഓക്കെ, ഇനി വന്നിട്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തോ. സോറി, താഴത്തെ കൊടുത്തേക്കുന്നതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളേഴ്സ് ഡോട്ട് ഇൻഡിഗോ എന്നുള്ളത് മാറ്റി പുതിയൊരു കളർ പറഞ്ഞ് ആരെങ്കിലും. പ്രാവശ്യം പറയുന്ന കളർ എന്തായാലും ഞാൻ വരുത്താൻ ശ്രമിക്കാം. ആരും ഇല്ല, എല്ലാരും പോയോ? യെല്ലോ. ഓക്കെ, യെല്ലോ. രണ്ടുപേരും എന്താ ഇത്ര ഒത്തൊരുമ? യെല്ലോ തന്നെ കൊടുക്കാം. യെല്ലോ. സേവ് ചെയ്യുന്നു, യെല്ലോ ആയി. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? സാർ കോഡൊന്ന് ഷെയർ ആക്കാൻ പറ്റുമോ സാർ? കോഡൊന്ന് ഷെയർ ചെയ്യണം. കോഡ് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ കോഡ് മെയിൻ ഡോട്ട് ആർട്ടിൽ പേസ്റ്റ് ചെയ്യുക, റൺ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ ടൈം ഒരു പ്രശ്നമാണ്. മനസ്സിലായി. അല്ല, നമ്മുടെ അഭിഷേക് ഇവിടെ ഉണ്ടോ? ആ, പറഞ്ഞു. അതെ, വൈൻഡപ്പ് ചെയ്യാറായി. പക്ഷേ അതെ, ഡൗട്ട്സ് തീരുന്നില്ല. ആ, ഉം, ഉം. ആ, അങ്ങനെ ചെയ്യാം. ആ, അതെ. ഓക്കെ, ആ, ഇന്ന് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്ന് നോക്കട്ടെ. അത് ഗ്രേഡിയന്റ് പറ്റും കേട്ടോ. ഗ്രേഡിയന്റ് എങ്ങനെയാണെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഗ്രേഡിയന്റ് ഒക്കെ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ കളർ ജസ്റ്റ് ഒരു ബേസിക് കളർ കൊടുത്തു. അവിടെ ഗ്രേഡിയന്റ് കൊടുക്കാം. എന്താണ്, നിങ്ങൾക്കൊരു പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ സെഷൻ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് പ്രതീക്ഷിച്ചാലും അധികം നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട്. ഡൗട്ട്സിനെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ നല്ല എല്ലാരും കറക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ. ആ, ഓക്കെ. ഓഹോ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. കാരണം നിങ്ങളിപ്പോ എത്ര 1.5 മണിക്കൂറായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് നാളെ കുറച്ച് നേരത്തെ തുടങ്ങാം. ഇനിയിപ്പോ എല്ലാവർക്കും ഡിന്നറൊക്കെ കഴിക്കാൻ സമയമായി കാണും. എന്നാലും ഇത്രയും പേര് ഇരിക്കുന്നുണ്ടല്ലോ, അത് വളരെ നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാരും ഇനി നാളെ കാണണം. നമുക്ക് റെക്കോർഡിംഗ് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും ലീവ് ചെയ്തോളൂ.